കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ, 24 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഈ വേദഭാഗം ചിന്തിച്ച് ആരംഭിച്ചതാണ്. സുവിശേഷ വേല എന്നുള്ളതാണ് ഈ വേദഭാഗത്തെ പ്രധാന വിഷയമായി നാം കാണുന്നത്. നാം സുവിശേഷ വേല ചെയ്യുമ്പോൾ സുവിശേഷ വേല എങ്ങനെ ചെയ്യണം, എന്താണ് സുവിശേഷ വേല എന്നുള്ളതിനെക്കുറിച്ച് 5 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നാം കാണുന്നുണ്ട്. 1, സുവിശേഷ വേലയുടെ ഉദ്ദേശം. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്, സുവിശേഷ വേലയുടെ ഉദ്ദേശം. 2-ാമത്തെ കാര്യം, സുവിശേഷ വേലയ്ക്കായി ഉപയോഗിക്കുന്ന മാർഗം. 1, ഉദ്ദേശം. 2, ഉപയോഗിക്കുന്ന മാർഗം, മെത്തേഡ് ഓഫ് ദിസ് മിനിസ്ട്രി. ഇതിൻ്റെ മെത്തേഡ് എന്താണെന്നാണ് പറയുന്നത്, ഉപയോഗിക്കുന്ന മാർഗം. 28-ാം വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മാർഗം. നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നു. സുവിശേഷ വേല ചെയ്യാൻ ഉപയോഗിക്കുന്നതായ മാർഗം, മെത്തേഡ് എന്താണ്? പ്രബോധനവും ഉപദേശവും. പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക. ഇംഗ്ലീഷിൽ നാം കാണുന്നത് വാണിംഗ് എന്നാണ്. വാണിംഗ് എവരി വൺ ആൻഡ് ടീച്ചിങ് എവരി വൺ. മുന്നറിയിപ്പ് കൊടുക്കുക എന്ന്, പഠിപ്പിക്കുക എന്ന്. അപ്പോൾ സുവിശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് പ്രകാരം നിന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു വാണിംഗ്, ഒരു മുന്നറിയിപ്പും കൂടെ. വാണിംഗ് എവരി വൺ ആൻഡ് ടീച്ചിങ് എവരി വൺ. പ്രബോധനവും ഉപദേശവും. ഞാൻ വിശദീകരിച്ചാൽ സമയം അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ട് ആ പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ വിവരിച്ചു തന്നുകൊള്ളാം. പ്രബോധനവും ഉപദേശവും. ഏത് മനുഷ്യനോടും, നാം സുവിശേഷം അറിയിക്കുന്ന ഏത് മനുഷ്യനോടും നമ്മൾ പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. 3-ാമത്തെ കാര്യം, മനോഭാവം. നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ഏത് മനോഭാവത്തോടെ ആയിരിക്കണം സുവിശേഷ വേല ചെയ്യുന്നത്? അതിൻ്റെ 24-ാമത്തെ വാക്യം, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. കഷ്ടങ്ങളുടെ നടുവിൽ സന്തോഷിച്ചുകൊണ്ടാണ് നാം സുവിശേഷ വേല ചെയ്യേണ്ടത്. നിന്നയേറ്റാലും പരിഹാസമേറ്റാലും കഷ്ടനഷ്ടങ്ങൾ വന്നാലും
നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? എന്തു വന്നാലും എന്തെല്ലാം നേരിട്ടാലും ഈ സുവിശേഷത്തിൻ്റെ വഴിയിൽ എന്തെല്ലാം നേരിടേണ്ടി വന്നാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും, ആരെല്ലാം നമ്മെ നിന്ദിച്ചാലും, എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും നേരിടേണ്ടി വന്നാലും സന്തോഷിച്ചുകൊണ്ട്, കർത്താവേ, നിൻ്റെ വേല ചെയ്യാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടെയാണ് നാം സുവിശേഷ വേല ചെയ്യേണ്ടത്. ആറ്റിറ്റ്യൂഡ്. കഷ്ടത്തിൻ്റെ നടുവിലും, കഷ്ടതയുണ്ടെങ്കിലും അതിലും സന്തോഷിച്ചുകൊണ്ട്. അപ്പോസ്തലൻ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരുന്നു. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ. കാരാഗൃഹത്തിൻ്റെ ഉള്ളിലാണെങ്കിലും, ഉള്ളറയിലാണെങ്കിലും, പടയാളികളുടെ കാവലിൻ്റെ ഉള്ളിലാണെങ്കിലും, കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്തതുപോലെ ചങ്ങലയിട്ടാണെങ്കിലും സന്തോഷം. അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചുകൊണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മനോഭാവം സന്തോഷമായിരിക്കണം. പിറുപിറുപ്പോടെ കർത്താവിന് വേല ചെയ്യരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കർത്താവിൻ്റെ വേല ചെയ്യരുത്. സന്തോഷത്തോടെ വേല ചെയ്യാവുന്നവർ മാത്രമേ സുവിശേഷ വേലയ്ക്ക് പോകാൻ പാടുള്ളൂ. സ്വമനസാലെ സന്തോഷത്തോടുകൂടെ. നാലാമത്തെ കാര്യം, അതിൻ്റെ 29ാമത്തെ വാക്യം. അതിനായി ഞാൻ എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. സുവിശേഷ വേലയ്ക്കുള്ള ശക്തി എന്താണെന്ന് പറയുന്നു. വേലയ്ക്കുള്ള ശക്തി. നാം സുവിശേഷ വേല ചെയ്യുമ്പോൾ വേലയ്ക്കുള്ള ശക്തി എന്താണെന്ന്. അപ്പോൾ നാം കാർ ഓടിക്കുമ്പോൾ നമ്മുടെ കാറിന് ഒരു ശക്തിയുണ്ട്. അത് ചിലപ്പോൾ പെട്രോളായിരിക്കാം, ചിലപ്പോൾ ഡീസലായിരിക്കാം. അതിന് എനർജി, അതിന് നമ്മൾ കൊടുക്കുന്ന എനർജി, അത് ഓടിക്കാൻ ആവശ്യമുള്ള എനർജി നമുക്ക് കിട്ടുന്നത് പെട്രോളിൽ നിന്നോ ഡീസലിൽ നിന്നോ ഗ്യാസിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. അതുപോലെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവവേദലിൻ്റെ എനർജി എവിടെ നിന്നാണ്? ശക്തി എവിടെ നിന്നാണ്? വേലയ്ക്കുള്ള പവർ എവിടെ നിന്നാണ് കിട്ടുന്നത്? അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണമാണ് ഞാൻ അധ്വാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ബൾബ് കത്തുന്നു, അല്ലെങ്കിൽ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നു. അതിനുള്ള പവർ, അതിൻ്റെ ആ പവറിനൊത്തവണ്ണമാണ് അതിൻ്റെ ഇത് വരുന്നത്. അതുപോലെ നാം ഓരോരുത്തരും സുവിശേഷ വേല ചെയ്യുന്നത് അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണമാണ്. ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന തൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. എൻ്റെ ശക്തിയല്ല, എൻ്റെ കഴിവിനൊത്തവണ്ണമോ, എൻ്റെ ശക്തിക്കൊത്തവണ്ണമോ, എൻ്റെ അറിവിനൊത്തവണ്ണമോ, എൻ്റെ പാണ്ഡിത്യത്തിനൊത്തവണ്ണമോ അല്ല. പൗലോസ് വാക്കുകൾ പറയുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത്. കാരണം കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് കൊലോസ്യ ലേഖനം. താൻ ആ സമയത്ത് കാരാഗ്രഹത്തിലായിരുന്നിട്ടും ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പകരപ്പെട്ടതായ ആ വഴിയിൽ നേർവീതിയിൽ യൂദായുടെ വീട്ടിലായിരിക്കുമ്പോൾ അനന്യാസ് എന്ന ഒരുവനെ ദൈവം പറഞ്ഞയച്ചു. അനന്യാസ് അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, പൗലേ, ശൗലേ, പരിശുദ്ധാത്മപൂർണനാകുക എന്ന് പറഞ്ഞു. അവൻ്റെ മേൽ സ്വർഗത്തിൻ്റെ വ്യാപാര ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അതേ ശക്തിയാൽ വർഷങ്ങൾ കഴിഞ്ഞു. കാരാഗ്രഹത്തിലാണ്, ബലം കുറഞ്ഞിട്ടില്ല ശക്തിക്ക്. അന്ന് പ്രാപിച്ച അതേ ശക്തിയാൽ എന്നിൽ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. വേലയ്ക്കുള്ള ശക്തി
ഇത് കുറഞ്ഞു പോകാൻ ഇടവരരുത്. അത് അവിടെ നിന്നുള്ളതാണ്. സ്വർഗീയ പവർ സ്റ്റേഷനിൽ നിന്നാണ് ഈ ശക്തി നമ്മുടെ മേൽ പകരുന്നത്. സ്വർഗീയമായ ശക്തി അത് കുറഞ്ഞു പോയില്ലെന്നാണ് പറയുന്നത്. എന്നിൽ വ്യാപരിക്കുന്ന തൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഒരിക്കലും കാലപ്പഴക്കമോ സാഹചര്യമോ ഒരു ദൈവവിധലിന് മേൽ പകരപ്പെടുന്നതായ ശക്തിക്ക്, ദൈവശക്തിക്ക് കുറവ് വരുത്തുന്നതല്ല. നമ്മൾ നോക്കണം, യോശുവയുടെ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നടത്താൻ തക്കവണ്ണം ദൈവമാക്കിയതായ യോശുവ തൻ്റെ അവസാന നാളുകൂടെ അടുത്തപ്പോൾ പറയുന്നതായ ഒരു വാക്കുണ്ട്. അതിൻ്റെ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 10-11 വാക്യങ്ങൾ. മരുഭൂമി സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്ന പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. യോശുവ പറയുകയാണ്, എനിക്കിപ്പോൾ 85 വയസ്സുണ്ട്. മോശ എന്നെ അന്ന് അയച്ച അതേ ശക്തിയോടുകൂടെ കാലപ്പഴക്കമോ സാഹചര്യമോ ശക്തി കുറയ്ക്കുന്നില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. കാലപ്പഴക്കം കൊണ്ട് ഒരിക്കലും ശക്തി കുറയുകയില്ല. കാലപ്പഴക്കമോ സാഹചര്യമോ ശക്തി കുറയ്ക്കുകയില്ല. കാരണം ഈ ശക്തി എവിടെ നിന്നുള്ളതാണ്? ഈ ശക്തി സ്വർഗത്തിൽ നിന്നുള്ളതായ ശക്തിയാണ്. കാലപ്പഴക്കം കൊണ്ടൊരിക്കലും ശക്തി കുറയുകയില്ല. ബന്ധം വിട്ടുപോയാൽ ശക്തി പോകും. ഇതെല്ലാം രംഗങ്ങൾ മാറി മറിഞ്ഞാലും കൂട്ടായ്മയിലോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവമക്കളിലോ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായാലും നമ്മുടെ ശക്തി എവിടെ നിന്നുള്ളതാണ്? സ്വർഗത്തിൽ നിന്നാകയാൽ അത് കുറഞ്ഞു പോവുകയില്ല. 85 വയസ്സായെങ്കിലും യോശുവയുടെ ശക്തി കുറഞ്ഞില്ല. മോശ എന്നെ അയച്ചപ്പോഴുള്ള അതേ ശക്തിയാൽ വേലയ്ക്കുള്ള ശക്തി. 5-ാമത്തെ കാര്യം, വേലയ്ക്കുള്ള അധികാരം, അതോറിറ്റി. 25-ാം വാക്യം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പോൾ വേലയ്ക്കുള്ള അധികാരം എവിടെ നിന്നാണ്? അത് സ്വർഗത്തിൽ നിന്നുള്ള അധികാരമാണ്. നിയമനം സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗീയ അപ്പോയിൻമെൻ്റ് ആണ്. ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്നുണ്ട്. ഒരു ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ നിയമിക്കപ്പെടുന്നത് പോലെ, ഗവൺമെൻറ് നിയമിക്കുന്നത് പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരാണ് നിയമിക്കുന്നത്. സർക്കാരിൽ നിന്നാണ് നിയമനം. അതുപോലെ തന്നെ നമ്മെ സുവിശേഷ വേലയ്ക്ക് നിയമിക്കുന്നത് ആരാണ്? സ്വർഗമാണ് നിയമിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. അപ്പോൾ വേലയ്ക്കുള്ള അധികാരം, അതോറിറ്റി, അത് മുകളിൽ നിന്ന് കിട്ടിയതായ അധികാരമാണ്. വേലയ്ക്കുള്ള അധികാരം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഇങ്ങനെ 5 കാര്യങ്ങളാണ് സുവിശേഷ വേലയെക്കുറിച്ച് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന. 1, വേലയുടെ ഉദ്ദേശം. 2,
ഉപയോഗിക്കുന്ന മാർഗം, 3 മനോഭാവം ആറ്റിറ്റ്യൂഡ്, 4 വേലയ്ക്കുള്ള ശക്തി പവർ, 5 വേലയ്ക്കുള്ള അധികാരം അതോറിറ്റി. ഇങ്ങനെ 5 കാര്യങ്ങളാണ്. സുവിശേഷ വേല, വേല വിശാലമാണ്. സുവിശേഷ വേല എന്ന് പറയുന്നത് അത് വിശാലമാണ്. നമുക്ക് റോമർ 15:19 ഒന്ന് വായിക്കാം. റോമർ 15:19. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു, ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. 15 മുതലായ വാക്യം വായിച്ച്. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനെ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചും കൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതിയുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനികയില്ല. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം ഞാൻ പൂരിപ്പിച്ചിരിക്കുന്നു. ഇനി വാക്യങ്ങൾ വിവരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. വിശാലമായി ചിന്തിച്ചു, വിശാലമായ വേല കണ്ടു, എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം. ഇതെൻ്റെ കാര്യമല്ല, ഞാനൊരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് സ്വർഗം എന്നൊരു നിയമനമാണ്. എൻ്റെ ഇഷ്ടപ്രകാരവും എൻ്റെ താല്പര്യപ്രകാരവുമല്ല. എന്നെ ആര് നിയമിച്ചുവോ അവൻ്റെ വേലക്കാരനായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷക്കാരനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയതായ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ദൈവം തന്നതായ ഉദ്യോഗം, സ്വർഗമേൽപ്പിച്ചതായ നിയമനം നാം എല്ലായിടത്തും പൂരിപ്പിക്കണം. നമ്മൾ കേട്ടതായ സുവിശേഷം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം പഠിച്ചതാണ്. 1-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചതാണ്. 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നാം ചിന്തിച്ചു, നിങ്ങൾ കേട്ട സുവിശേഷം, നിങ്ങൾ അറിഞ്ഞതായ സുവിശേഷം ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനുമായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്നതായ സുവിശേഷം, നിങ്ങൾ കേട്ട സുവിശേഷം. എന്താണ് കേൾക്കാൻ കാരണം? അറിയിച്ചു എന്നുള്ളത് കൊണ്ടാണ്, എത്തി എന്നുള്ളത് കൊണ്ടാണ്. 1-ാം അധ്യായത്തിൻ്റെ 3-ഉം 6-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം നിങ്ങൾ കേട്ടതായ സുവിശേഷം കേൾക്കാൻ കാരണം അവിടെ എത്തി എന്നുള്ളതാണ്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആ സുവിശേഷം സർവ്വലോകത്തിൽ വന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ കേട്ട സുവിശേഷം കേൾക്കാൻ കാരണം സുവിശേഷം എത്തി എന്നുള്ളതാണ്. നാം മൂലം എവിടെയെല്ലാം സുവിശേഷം എത്തി? ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുക. ഞാൻ മൂലം എവിടെയെല്ലാം സുവിശേഷം എത്തി? എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്? എന്താണ് ഈ സുവിശേഷം? 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം കേൾക്കുന്നുണ്ട്, നാം വായിച്ചു,
എന്താണ് സുവിശേഷം? സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ സത്യവചനമാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് സത്യവചനമാണ്. വചനമെന്ന മായമില്ലാത്ത പാൽ, അതാണ് സുവിശേഷം. സത്യവചനമാണ് സുവിശേഷം. 1-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന്. ഓർക്കണം, സുവിശേഷം എന്ന് പറയുന്നത് 10 വീട് വെച്ച് കൊടുക്കലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുകയല്ല, ഒരു സംഘടന ഉണ്ടാക്കുകയല്ല. സുവിശേഷം എന്ന് പറയുന്നത് സത്യവചനമാണ്. ദൈവ വചനഘോഷണമാണ് സുവിശേഷം. ഓർക്കണം, മറ്റതെല്ലാം സുവിശേഷത്തിന് അടുത്ത കാര്യമാണ്, സുവിശേഷത്തോട് ചേർന്ന് നിൽക്കുന്നതായ കാര്യമാണ്. അതെല്ലാം സുവിശേഷത്തോട് അടുത്ത കാര്യമാണ് എങ്കിലും സുവിശേഷം എന്ന് പറയുന്നത് സത്യവചനമാണ്, വചന ഘോഷണമാണ് സുവിശേഷം. ഒരിക്കലും സുവിശേഷവും ദൈവവചനവും തമ്മിൽ മാറ്റി നിർത്താനായിട്ട് പാടില്ല. ദൈവവചനമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് സുവിശേഷം. കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിന്ന് യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആദ്യം നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചതായ സമയത്ത് കാര്യങ്ങളെക്കുറിച്ചെല്ലാം നാം വിശദമായി ചിന്തിച്ചതാണ്. എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്നതല്ല, വീട്ടുവിശേഷം ചോദിക്കുന്നതല്ല, നാട്ടുവിശേഷം തിരക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ദൈവവചനം എടുത്തു വെച്ചുകൊണ്ട്, ഈ വചനം ദൈവത്തിൻ്റെ വചനം എടുത്തു വെച്ചുകൊണ്ട് യഹോവയായ ദൈവം നിങ്ങളോട് ഇപ്രകാരം കൽപ്പിക്കുന്നു എന്ന് അവരോട് പറയുന്നതാണ് സുവിശേഷം. സ്വർഗീയ നിയമനമാണ്, സ്വർഗീയ നിയമനമാണിത്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് സ്വർഗീയ നിയമനവും നാം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ആകയാൽ നമ്മുടെ ഒന്നും പിന്നെ ഇല്ല. ഓർക്കണം, അത് കൃത്യമായി നോട്ട് ചെയ്യേണ്ടതായൊരു പോയിൻ്റാണ്. സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ ആരാണ്? സുവിശേഷ വേലക്കാരാരാണ്? സ്വർഗത്തിൽ നിന്ന് നിയമിച്ചവരാണ്. സ്വർഗീയ നിയമനവും നാം അവിടുത്തെ ഉദ്യോഗസ്ഥരുമാകയാൽ നമ്മുടെ ഒന്നും പിന്നെ ഇല്ല. നമ്മുടെ ഒന്നും അതിൽ കലർത്തരുത്. ഞാനിന്ന് വാക്കുകൾ നിർത്തട്ടെ. ദൈവം കൃപ വരുന്നുവെങ്കിൽ നമുക്ക് വരുന്ന ആഴ്ചയിൽ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഇത്രയും മാത്രം മനസ്സിലാക്കുക, നമ്മുടെ ഒന്നുമില്ല. ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ എൻ്റേതൊന്നും അതിൽ കലർത്താനില്ല, കലർത്താൻ പാടില്ല. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അവൻ്റെ അഭിപ്രായം പറയുന്നു. അവൻ പറയുന്നത് എന്താണ്? ഒരൗദ്യോഗിക പദവിയിൽ നിന്നുകൊണ്ട് അവൻ്റെ അഭിപ്രായം പറയാൻ, അവൻ്റെ ഇഷ്ടങ്ങൾ പറയാൻ സാധ്യമല്ല. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അവന് പിന്നെ അവൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞൊന്നും പറയാനില്ല. അവൻ പറയുന്നത് അവനെ നിയമിച്ച ആ ഗവൺമെൻറ്റിൻ്റെ ഭാഷയായിട്ടാണ് അവൻ പറയുന്നത്. ഗവൺമെൻറ്റിന് പറയാനുള്ളതാണ് അവൻ അറിയിക്കേണ്ടത്. അതാണ് ഉദ്യോഗം. അപ്പോൾ നമ്മുടെ നിയമനം എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ നിയമനം സ്വർഗീയവും നിയമനം സ്വർഗത്തിൽ നിന്നുള്ളതും നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ആകയാൽ നമ്മുടേതൊന്നും അതിൽ പാടില്ല. കർത്താവേ, നീ ഞങ്ങൾക്ക് ഈ നിയമനം തന്നല്ലോ. ഞങ്ങളെ ഓരോരുത്തരെയും ഇതിന് യോഗ്യതയുള്ളവരായിട്ട് ഇവിടുന്ന് കണ്ടല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഒന്നും ഇതിൽ സ്വന്തം ഇഷ്ടം ഒന്നും കലർത്താതെ, സ്വാർത്ഥ ലാഭങ്ങൾ പാടില്ല. എൻ്റെ പേരിന് വേണ്ടിയല്ല ഞാൻ സുവിശേഷ വില ചെയ്യേണ്ടത്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ, നമ്മുടെ കൂട്ടായ്മയുടെ പേരിന് വേണ്ടിയിട്ടല്ല സുവിശേഷം. ഇതെല്ലാം കർത്താവ് ഏൽപ്പിച്ച നിയമനമാണ്. ദൈവവചനം നിവർത്തിക്കൊണ്ട്, ദൈവവചനത്തിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം
നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, വചനം ഇങ്ങനെ പറയുന്നു എന്ന് അറിയിക്കുന്നതാണ് സുവിശേഷം. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഈ സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ, ശരിയായി സുവിശേഷഘോഷം നിവർത്തിക്കുവാൻ, കർത്താവേ, ഞങ്ങളെ ആക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുന്ന് കർത്താവെ അവിടുത്തെ സുവിശേഷഘോഷണം പൂരിപ്പിക്കുവാൻ, ഞങ്ങൾക്ക് മുൻപേ നടന്ന വഴികളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ആത്മാവിൽ ദൈവവേലക്കാർ വഴികളിലൂടെയാണ് പോകുന്നത്. കർത്താവെ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനല്ല. ദൈവം എവിടെയെല്ലാം കുറവ് വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം വിട്ടുപോയിട്ടുണ്ടോ, അതെല്ലാം പൂരിപ്പിക്കുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുള്ള ശക്തിയും ബലവും തന്നെ ഞങ്ങൾ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കർത്താവെ, ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, ഞങ്ങളുടേതൊന്നും കൂട്ടിക്കലർത്താതെ, ഞങ്ങളുടേതായിട്ട് ഒന്നും അതിലേക്ക് കലരാതെ, സ്വർഗീയ നിയമനം വിശ്വസ്തയോടെ, ഉത്തരവാദിത്വത്തോടെ, ഗൗരവത്തോടെ ചെയ്ത് തീർക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടെ എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.